അപ്പോൾ നമ്മളൊരു തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ലെമ്മ പ്രൂവ് ചെയ്തത്. അപ്പോൾ ലെമ്മയിൽ തന്നെ അതിൻ്റെ പ്രൂഫ് 99% വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഈ പ്രൂവ് ചെയ്ത ലെമ്മ യൂസ് ചെയ്തിട്ട് നമ്മളുടെ നമ്മളുടെ തിയറം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തിയറം എന്താ പറയണമെന്ന് ഒന്നും കൂടെ ഞാൻ വായിക്കാം. അപ്പോൾ തിയറം പറയുന്നത് ജി എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റ് ഇൻ സി ആൻഡ് ഗാമ എന്ന് പറയുന്ന ഒരു റെക്ടിഫയബിൾ പാത്ത് ഇൻ ജി ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എൻ പോയിന്റ്സും പറയുന്നുണ്ട്. ഗാമയുടെ എൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ആൽഫയും ബീറ്റയാണ്. അപ്പോൾ ജി എന്ന് പറയുന്ന സി കോംപ്ലക്സ് പ്ലെയിനിലൊരു ഓപ്പൺ സെറ്റ്, R2 ഓപ്പൺ സെറ്റാണ് ജി. അതിനകത്ത് വരുന്ന ഒരു ആർക്കാണ്, റെക്ടിഫയബിൾ ആർക്കാണ് ആര്? ഗാമയുടെ എൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ആൽഫയും ബീറ്റയാണ്. ആൽഫയും ബീറ്റയും എൻ പോയിന്റ്സ് ആണെങ്കിൽ നമ്മൾക്ക് നോക്കൂ, ഗാമ എവിടെ നിന്ന് എവിടേക്കാന്ന് നിങ്ങൾക്കറിയാം. Gamma is a continuous function from closed interval AB to G. അല്ലേ? അപ്പോൾ അതിൽ ഗാമ ഓഫ് എൻ പോയിന്റ്സ് ആൽഫയും ബീറ്റയും ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഗാമ ഓഫ് എ ഈക്വൽ ടു ആൽഫ ആൻഡ് ഗാമ ഓഫ് ബി ഈക്വൽ ടു ബീറ്റ. ഓക്കെ, then you have given one continuous function also. F from G to C is a continuous function with a primitive. What does mean by a primitive? Primitive means it is also a continuous function satisfying the condition its derivative exists and its derivative is equal to the given function. അതായത് capital letter F small letter F ന്റെ primitive ആണെന്ന് പറയണമെങ്കിൽ that function is again a continuous function whose derivative is equal to small letter F. Then what you have to show integral over gamma f is equal to f of beta minus f of alpha. So here when we are viewing this result, we can say that here the integral depends only on the n points of your arc gamma. Here the value of this integral depends only on the n points of this arc gamma. So when will your line integral depends only on the n points of arc gamma? If you take your gamma from an open set G and f is a continuous function with a primitive f, capital letter F, then integral over gamma f is equal to f of beta minus f of alpha. That means the line integral depends only on the endpoints of the arc gamma. Okay, so you just remember these things in your mind. Okay. Now we are moving to prove this theorem. For proving this theorem, we use this lemma. We already proved this lemma, and to prove this theorem, we use this lemma. Okay, so you once again you read this lemma very carefully and understand the things in this lemma. Okay, so you have to show this. This also we proved in by two cases. In case one, you are taking your gamma as a piecewise differentiable arc. ഈ തിയറം നമ്മൾ രണ്ട് കേസായിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ഇൻ ദി ഫസ്റ്റ് കേസ് വി ടേക്ക് ഗാമ ആസ് എ piecewise differentiable arc. You know that what is meant by a piecewise differentiable arc. Differentiable arc means gamma is differentiable means gamma dash exists and it is continuous. Piecewise differentiable means ഓരോ സബ് ഇൻ്റർവെല്ലും നമ്മുടെ ഡൊമൈൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓരോ സബ് ഇൻ്റർവെല്ലിലും അത് പീസായിട്ട് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു കേസ് 1 നമ്മൾ ചെയ്യുന്നത് ഗാമ ഈസ് എ പീസ്വൈസ് ഡിഫറൻഷ്യബിൾ ആർക്ക്. ഓക്കെ, അപ്പോൾ പീസ്വൈസ് ഡിഫറൻഷ്യബിൾ ആർക്കിൻ്റെ കേസിൽ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ എന്ന് പ്രൂവ് ചെയ്യും. കേസ് 2 എന്ന് പറയുന്നത് ഈ കേസ് 1 നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്തിട്ട് ഈ ലെമ്മ യൂസ് ചെയ്തിട്ട് വി വിൽ ഷോ ദിസ് റിസൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാൻ പോകുന്നത് ഗാമ ഈസ് എ പീസ്വൈസ് ഡിഫറൻഷ്യബിൾ ആർക്ക്. ഓക്കെ, അപ്പോൾ പീസ്വൈസ് ഡിഫറൻഷ്യബിൾ ഗാമ എന്ന് പറയുന്നത് പ്രൂഫ് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടോ ആ ലെമ്മ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൂഫ് എത്രയും ഉണ്ടോ നോക്കൂ, വളരെ കുറവാണ്. ലെമ്മയാണ് ഇവിടെ മെയിനായിട്ട് വരുന്ന ആൾ കേട്ടോ.
അപ്പോൾ ഇതാണ് ആ തിയറത്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ കേസ് 1 പീസ് വൈസ് സ്മൂത്ത് എന്നാണ് പറയുന്നത്, പീസ് വൈസ് ഡിഫറൻഷ്യബിൾ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഗാമ ഡെഫിനിഷൻ, ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ഇതാണല്ലോ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഇസ് ഈക്വൽ ടു എന്ത് പറയാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി, എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി ഡി ടി അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നൊരു കാര്യം കേട്ടോ. ഇവിടെ എഫ് എന്ന് പറയുന്നതിൻ്റെ പ്രിമിറ്റീവ് ക്യാപിറ്റൽ എഫ് ആണ് അല്ലേ? ക്യാപിറ്റൽ എഫ് ഇതിൻ്റെ പ്രിമിറ്റീവ് ആണെങ്കിൽ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഫ്, ഡെഫിനേഷൻ പ്രകാരം നിങ്ങൾക്കറിയാം. സോ ഇതിൻ്റെ പ്ലേസിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോമ്പോസിഷൻ ഫംഗ്ഷൻ, ഇത് രണ്ടും ഇതെല്ലാം ഫങ്ഷൻസ് ആണല്ലോ. അപ്പോൾ നോക്കൂ, എഫ് കോമ്പോസിഷൻ, ആക്ച്വലി ഇതെന്താ? എഫ് കോമ്പോസിഷൻ ചെയിൻ റൂൾ പറയുകയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ഗാമ ഡാഷ് ഓഫ് ടി ആണല്ലേ? അല്ലേ? എഫ് കോമ്പോസിഷൻ ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് കോമ്പോസിഷൻ ഗാമ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഡാഷ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു, നമ്മൾ ചെയിൻ റൂളിൽ ചെയ്തിട്ടുള്ളതാണ് ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. എഫ് കോമ്പോസിഷൻ ഗാമ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി. അതാണ് ഇത്. അപ്പോൾ ഇതിന് പകരം ഇങ്ങനെ കൊടുക്കാം. കിട്ടിയോ? ഇനി ഇതെന്ന് പറയുന്നത് എന്താ? ഇൻ്റഗ്രൽ എഫ് കോമ്പോസിഷൻ ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാം, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ എഫ് കോമ്പോസിഷൻ ഗാമ ഓഫ് ടി വിതിൻ ദി ലിമിറ്റ് എ ടു ബി. അപ്പോൾ എഫ് കോമ്പോസിഷൻ ഗാമ ഓഫ് ബി മൈനസ് എഫ് കോമ്പോസിഷൻ ഗാമ ഓഫ് എ. എഫ് കോമ്പോസിഷൻ ഗാമ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ഗാമ ഓഫ് ബി അല്ലേ? മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് എ. ഗാമ ഓഫ് ബി എന്താ? ഗാമയുടെ എൻ പോയിന്റ്സുകളായിരിക്കും. ഗാമ എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ നിന്ന് സിയിലോട്ടുള്ളത്. സിയിൽ എടുക്കുന്നതിന് പകരം ഇപ്പോൾ സിയിലെ ഒരു ഓപ്പൺ സെറ്റിലാണ് ഈ ആർക്ക് കിടക്കുന്നത്. അപ്പോൾ ഗാമ എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ നിന്ന് ജിയിലോട്ടുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതിൻ്റെ എൻ പോയിന്റ്സ് ആൽഫയും ബീറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗാമ ഓഫ് ബി എന്ന് പറയുന്നത് ബീറ്റയാണെന്ന് അറിയാം, ഗാമ ഓഫ് എ എന്ന് പറയുന്നത് ആൽഫയാണെന്ന് അറിയാം. സോ യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദി പ്ലേസ് ഓഫ് gamma of b and gamma of a as beta and alpha. So you got the theorem. Okay. Now you are moving to the general case. We are moving to the general case. Okay. What about the general case? General case means here you are assuming that your gamma is a piecewise differentiable arc. Now you are taking gamma as any arc, any rectifiable arc in G. Rectifiable arc in G. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഗാമ റെക്ടിഫയബിൾ ആർക്കാണ്, ജനറൽ പീസ് വൈസ് ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കിട്ടിയോ? അപ്പോൾ ഗാമ റെക്ടിഫയബിൾ ആർക്കാണെങ്കിൽ നമ്മളുടെ ആ ലെമ്മ, ഇപ്പോൾ തൊട്ട് മുൻപ് പ്രൂവ് ചെയ്തിട്ടുള്ള ലെമ്മ, ഗാമ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റിനകത്ത് ഒരു റെക്ടിഫയബിൾ ആർക്ക് ആണെങ്കിൽ വി ക്യാൻ റീപ്ലേസ് ദാറ്റ് ആർക്ക് ബൈ എ പോളിഗണൽ പാത്ത്. ക്യാപിറ്റൽ ഗാമ എന്നാണ് ആ ലെമ്മ പറയുന്നത്. പോളിഗണൽ പാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? പോളിഗണൽ പാത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്? ഓരോരോ സെഗ്മെൻ്റ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഡിഫറൻഷ്യബിലിറ്റി പോകുമല്ലേ? പീസ് വൈസ്. പക്ഷെ ഇവിടെ എല്ലാം ഡിഫറൻഷ്യബിൾ ആണ്, പീസ് വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. സോ നമുക്ക് ഈ ആർക്ക് ഗാമയെ എന്ത് ചെയ്യാം? പോളിഗണൽ പാത്ത് വെച്ച് റെക്ടിഫയബിൾ ആയതുകൊണ്ട് ഇതിനെ വി ക്യാൻ റീപ്ലേസ്, അതുപോലെ ഒരു ഓപ്പൺ സെറ്റിനകത്തായതുകൊണ്ട് വി ക്യാൻ റീപ്ലേസ് ദിസ് ആർക്ക് ബൈ എ പോളിഗണൽ പാത്ത്. പോളിഗണൽ പാത്ത് എന്ന് പറയുമ്പോൾ അത് പീസ് വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഗാമയെ ക്യാപിറ്റൽ ഗാമ വെച്ച് റീപ്ലേസ് ചെയ്യാം. ആ ലെമ്മയുടെ പ്രൂഫ് അവിടെ പറയണം. അപ്പോൾ അതാണ് ലെമ്മ പറയുന്നത്. അപ്പോൾ ആ ലെമ്മ യൂസ് ചെയ്തിട്ട് വി ക്യാൻ റീപ്ലേസ് യുവർ റെക്ടിഫയബിൾ ആർക്ക് ബൈ എ പീസ് വൈസ് ഡിഫറൻഷ്യബിൾ ആർക്ക് ക്യാപിറ്റൽ ഗാമ. ഓൾസോ ആ ലെമ്മയിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ്, അതാ ഇവിടെ തന്നെ ഉണ്ടത്, മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഗാമ. രണ്ട് ഗാമയും ഞാൻ പറയുന്നതേ ഉള്ളൂ, രണ്ടും ഒന്ന് സ്മോൾ ലെറ്ററും ഒന്ന് ക്യാപിറ്റൽ ഗാമയാണ്, ഒന്ന് ഇത് പോളിഗണൽ പാത്തും ഒന്ന് ഒരു റെക്ടിഫയബിൾ ആർക്കുമാണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ. അപ്പോൾ നിങ്ങൾക്കറിയാം പോളിഗണൽ പാത്ത് പീസ് വൈസ് ഡിഫറൻഷ്യബിൾ ആണെന്നറിയാം. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ കേസ് 1 നമ്മൾ പീസ് വൈസ് ഡിഫറൻഷ്യബിൾ ആർക്കിൻ്റെ കാര്യത്തിൽ റിസൾട്ട് ട്രൂ ആണെന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്ത് പറയാം? കേസ് 1 പ്രകാരം വി ക്യാൻ സേ ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ ദിസ് പീസ് വൈസ് ഡിഫറൻഷ്യബിൾ ആർക്ക് ക്യാപിറ്റൽ ഗാമ എഫ് ഇസ് ഈക്വൽ ടു
f of beta minus f of alpha എന്ന് പറയും. So you just substitute in the place of integral over gamma. This is this relation come from your lemma. Okay, you just substitute in the place of, and this you got this you proved in your case 1. Okay, then you substitute f of integral over gamma f is equal to this in this equation. Okay, so less than epsilon. Epsilon is arbitrary, so you can say that integral over gamma f is equal to f of beta minus f of alpha. This is true for any rectifiable arc in an open set. Okay, this is a very important theorem, and to prove this theorem you must have a thorough knowledge about the previous lemma. Okay, now we are moving to one definition. A curve, an arc gamma from closed interval, a path gamma from closed interval. ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന പേരുകളൊക്കെ ഒന്ന് മനസ്സിൽ തങ്ങുന്നോട്ടെ എന്ന് വെച്ചിട്ടാ. അപ്പോൾ ഗാമ ഫ്രം ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ടു സി ഇസ് സെറ്റ് ടു ബി ക്ലോസ്ഡ്. എപ്പോഴാണ് ക്ലോസ്ഡ് എന്ന് പറയുന്ന ഒരു ആർക്ക് അതിൻ്റെ എൻ പോയിന്റ്സ് സെയിം ആകുമ്പോൾ നോക്കുക, എൻ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഗാമ ഓഫ് എ ഗാമ ഓഫ് ബി അത് രണ്ടും കോയിൻസൈഡ് ചെയ്യുമ്പോഴാണല്ലോ അത് ക്ലോസ്ഡ് എന്ന് പറയുക. അതാണ് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. Now we are moving to one corollary of this theorem. This is also very important. ജിയും ഗാമയും എഫും എല്ലാം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ. ജി ഓപ്പൺ സെറ്റ് ഇൻ സി, ഗാമ എന്ന് പറയുന്ന റെക്ടിഫയബിൾ പാത്ത് ഇൻ ജി, ആൻഡ് എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ജി. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് പറയണം, ഇഫ് ഗാമ ക്ലോസ്ഡും കൂടെ ആണെങ്കിൽ, ഗാമയുടെ എൻ പോയിന്റ്സ് സെയിം ആണെങ്കിൽ, വി ക്യാൻ സേ ദാറ്റ് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഇസ് ഈക്വൽ ടു 0. ഹൗ യു ക്യാൻ സേ ദാറ്റ് ഇന്റഗ്രൽ ഓവർ ഗാമ? ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഈക്വൽ ടു 0. ദിസ് ഇസ് ദി കേസ് വെൻ ഗാമ ഇസ് ക്ലോസ്ഡ് ആർക്കിൻ്റെ കേസിൽ. അപ്പോൾ ഇതെങ്ങനെ പറയാൻ പറ്റുക? എങ്ങനെ ഇത് 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്കറിയാം, തൊട്ട് മുൻപ് നിങ്ങളിപ്പോൾ തിയറം പ്രൂവ് ചെയ്തതാണ്. ഇത് പ്രകാരം നമുക്ക് എന്ത് പറയാം, ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ എന്നറിയാം അല്ലേ. ബീറ്റയും ആൽഫയും ബീറ്റയും എന്താണ്? ഈ ആർക്ക് ഗാമയുടെ എൻ പോയിന്റ്സ് ആണ്. പക്ഷെ ഇവിടെ രണ്ട് എൻ പോയിന്റ്സും കോയിൻസൈഡ് ചെയ്യണം. ഗാമ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തായിട്ട് മാറും? കോയിൻസൈഡ് ചെയ്യും, സെയിം ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. So what will happen? What will happen if f is continuous and it has a primitive capital f? Primitive എന്ന് പറയുന്നത് അനലിറ്റിക് ആയിരിക്കും കേട്ടോ. പ്രിമിറ്റീവ് ഒരു ഫംഗ്ഷൻ, ഒരു ഇതിന് ഫംഗ്ഷന് കണ്ടിന്യൂസ് ഫംഗ്ഷൻ പ്രിമിറ്റീവ് ഉണ്ടെങ്കിൽ ആ പ്രിമിറ്റീവ് അനലിറ്റിക് ആയിരിക്കും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് എന്ന് പറയുന്നത് 0 കിട്ടി. കാരണം ഇവിടെ ക്ലോസ്ഡ് ആർക്കാണ്. എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓൺ ജി ആണ്. എഫിന് പ്രിമിറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ്. പ്രിമിറ്റീവ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്. പക്ഷെ ഇവിടെ എൻ പോയിന്റ്സ് കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ ദിസ് ടെൻസ് ടു നോട്ട് ടെൻസ് ടു ദിസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, so you proved the corollary. Now we are moving to one result that you have to keep in your mind. The fundamental theorem of calculus. In the case of real analysis, you study the fundamental theorem of calculus. ഓക്കെ, ഫണ്ടമെന്റൽ തിയറം എന്താ പറയുന്നത്? റിയലിലെ ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്താലും അതിനൊരു പ്രിമിറ്റീവ് ഉണ്ടെന്നാണ്. റിയലിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. റിയലിൽ ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു പ്രിമിറ്റീവ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ഫണ്ടമെന്റൽ തിയറം റിയൽ അനാലിസിസിൽ പറയുന്നത്. പക്ഷേ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ്റെ കേസിൽ ഈ ഫണ്ടമെന്റൽ തിയറം ട്രൂ ആണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ഫണ്ടമെന്റൽ തിയറം എന്ന് പറയുന്നത് ട്രൂ ആവണം എന്നില്ല, കോംപ്ലക്സ് വാല്യൂ. അതാണ് ഇവിടെ പറയുന്നത്. ദി ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് സേസ് ദാറ്റ് ഈച്ച് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഹാസ് എ പ്രിമിറ്റീവ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഫങ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിളിൻ്റെ കേസിൽ, കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ്റെ കേസിൽ ഇത് ട്രൂ ആവണമെന്ന് നീഡ് നോട്ട് ബി ട്രൂ. അതിനാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ. മോഡ് സെഡ് എന്താണെന്നറിയാം? മോഡ് സെഡ് എന്താ? സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ മോഡ് സെഡ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മോഡ് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. മോഡ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ്
y². അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നറിയാം അല്ലേ. അപ്പോൾ ഇത് ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനാണ്, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഇവിടെ ട്രൂ ആവുമോ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ട്രൂ ആവണമെന്നില്ല. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം പ്രകാരം നോക്കൂ, സപ്പോസ് ചെയ്യുക ഇതിനൊരു, പക്ഷെ റിയലിൻ്റെ കേസിൽ അത് ട്രൂ ആണ്. അപ്പോൾ റിയലും കോംപ്ലക്സും വേറെ വേറെയാണെന്ന് തിരിച്ച് ആലോചിക്കണം കേട്ടോ അത്. അപ്പോൾ നോക്കൂ ഇതിന്, അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് കോംപ്ലക്സ് പ്ലെയിനിൽ. അപ്പോൾ നോക്കൂ ഇതിനൊരു പ്രിമിറ്റീവ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒരു പ്രിമിറ്റീവ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡ് ആണെന്ന് വിചാരിക്കുക. കിട്ടിയോ? ഇതിൻ്റെ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ആണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഇതിൻ്റെ പ്രിമിറ്റീവ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെഡ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? എഫ് ആ വരിക അല്ലേ. അതായത് x² പ്ലസ് y². ഇതൊരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പോൾ നോക്കൂ എഫ് എന്ന് പറയുന്നത് സം യു പ്ലസ് ഐ, ക്യാപിറ്റൽ ലെറ്റർ ആണ് എടുത്തത്. സാധാരണ നമ്മൾ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ യു പ്ലസ് ഐ വി എന്ന് പറയും. പക്ഷേ ഇവിടെ ഞാൻ നോക്കൂ യു പ്ലസ് ഐ വി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് എന്താണെന്ന് അറിയാം. എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? യു എക്സ് പ്ലസ് ഐ വി എക്സ്. ഇതൊക്കെ നേരത്തെ ചെറിയ ക്ലാസ്സിൽ നമുക്ക് പ്രൂവ് ചെയ്യും. യു എക്സ് പ്ലസ് ഐ വി എക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇമാജിനറി പാർട്ട് ഇല്ല അല്ലേ, ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ യു എക്സ് എന്താ വരുന്നത്? യു എക്സ് ഇസ് ഈക്വൽ ടു x² പ്ലസ് y². ഞാൻ പറഞ്ഞിരുന്നു പ്രിമിറ്റീവ് എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷനാണ്. സോ ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈസ് ദി കോഷി റീമാൻ ഇക്വേഷൻ. സോ യു എക്സ് കോഷി റീമാൻ ഇക്വേഷൻ എന്താ വരുന്നത്? യു എക്സ് ഇസ് ഈക്വൽ ടു vy. So this is equal to vy. What about ux is equal to vy? What about vx? Vx is equal to 0. This is equal to uy. Okay, this is your Cauchy-Riemann equation. Since this is analytic, primitive analytic ആയതുകൊണ്ട് it must satisfy the Cauchy-Riemann equation. So you got that ux is equal to x² plus y² and uy equal to 0. Okay, you just compare these two. Okay, so ux is equal to x² plus y² and uy equal to 0 means അതായത് ux എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ്, x² പ്ലസ് y²ഉം ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് വൈക്ക് വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? വൈ അതിനകത്ത് യുവിനകത്ത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വൈ വരുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ യു എക്സ്പ്ലിസിറ്റ് ആയിട്ട് യുവിനകത്ത് വൈ വരുന്നില്ലെങ്കിൽ യു ഇസ് സം ഫങ്ഷൻ ഓഫ് എക്സ് എലോൺ അല്ലേ. യു ഇസ് ഫങ്ഷൻ ഓഫ് എക്സ് എലോൺ അല്ലേ. അപ്പോൾ എന്താ വരുന്നത്? യു ഡാഷ് ഓഫ് എക്സ്. നോക്കൂ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ യു ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ യു എക്സ്. ക്യാപിറ്റൽ ലെറ്റർ യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? x² പ്ലസ് y². പക്ഷേ ഇത് ശരിയാവാൻ പറ്റുമോ? ഇത് ട്രൂ ആവാൻ പറ്റുമോ? യുവിനകത്ത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് യുവിനകത്ത് വൈ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ യു ഡാഷിനകത്ത് ഇങ്ങനെ വരാൻ പറ്റുമോ? ഒരു കോൺട്രഡിക്ഷനിൽ എത്തിയില്ലേ നിങ്ങൾ? അപ്പോൾ എന്ത് പറയാം? കോംപ്ലക്സിൻ്റെ കേസിൽ ഫണ്ടമെൻ്റൽ തിയറം ട്രൂ ആവണമെന്നില്ല കേട്ടോ. അതായത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ പ്രിമിറ്റീവ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാലോചിക്കണം കേട്ടോ. Okay.